ഹായ് 100 ഡേയ്സ് ജർമ്മനി വിസ ക്വസ്റ്റ്യൻ ചാലഞ്ചിന്റെ 73ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്, സർ ഐ ആം ഫ്രം കോട്ടയം. ഐ ഗോട്ട് അഡ്മിറ്റഡ് ടു ദ പബ്ലിക് യൂണിവേഴ്സിറ്റി. ഐ അപ്ലൈഡ് ത്രൂ CSP പോർട്ടൽ ഫോർ ഓൾ വിസ ആപ്ലിക്കേഷൻ. മൈ VFS അപ്പോയിന്റ്മെന്റ് വാസ് ഓൺ 16th of February. They collected my degree certificate and passport and photo. When I can expect the visa, and is degree certificate written when our visa is approved, and after visa processing is any email or messages come to the phone? ഇതൊരു വലിയൊരു ലോങ് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. നമ്മുടെ പാസ്പോർട്ട് റിട്ടേൺ വരുന്ന കൂട്ടത്തിൽ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്നതായിരിക്കും. നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഒറിജിനൽ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം റിട്ടേൺ വരുന്നതായിരിക്കും. അതിലോർത്ത് ടെൻഷൻ അടിക്കേണ്ട. അതുപോലെ തന്നെ പാസ്പോർട്ട് റിട്ടേൺ വന്ന് പാസ്പോർട്ട് ഓപ്പൺ ആക്കി നോക്കിയാൽ മാത്രമാണ് നമുക്ക് വിസ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. വേറെ ഇമെയിലോ മെസ്സേജസോ ഒന്നും വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല. നമുക്ക് പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി കഴിയുമ്പോൾ ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിലും അതുപോലെ തന്നെ മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻസിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹൗ മെനി ഡേയ്സ് ടേക്ക് ടു ഗെറ്റ് വിസ. സാധാരണയായിട്ട് നമ്മൾ സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ 45 ഡേയ്സ് വരെയാണ് മാക്സിമം ടൈം പോകുന്നത് വിസ റിട്ടേൺ വരാനായിട്ട് നമുക്ക് കിട്ടാനായിട്ട്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇത് എൻക്വയറി ഒക്കെ പോയതിനു ശേഷമാണ് വിസ പ്രോസസ് ആയിട്ട് വരുന്നത്. സോ ക്ഷമയോടെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് വിസ വരുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമന്റിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഓൾ.